അപ്പോൾ ഹോണ്ട ഹോണറ്റിൻ്റെ മിസ്സിങ് ഇഷ്യൂസ്, അതുപോലെ തന്നെ പുള്ളിങ്ങുള്ള മൈലേജ് കുറവ് എന്നീ ഇഷ്യൂസ് കൊണ്ട് നമ്മൾ ഇതിൻ്റെ എയർ ഫിൽറ്റർ ഒന്ന് ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇതുപോലെ സീറ്റിൻ്റെ അടിയിലാണ് ഇത് വരിക. ഇതിൻ്റെ ഓൾറെഡി ക്യാപ്പ് സൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഊരി മാറ്റും. അങ്ങനെ ഊരി മാറ്റുന്ന സമയത്ത് ഈ വെള്ളം ഡയറക്റ്റ് ഇതിൻ്റെ മഴക്കാലത്തൊക്കെ ഇതിലോട്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, നന്നായിട്ട് ബ്ലാക്ക് കളർ അടിച്ചിട്ടുണ്ട്. ഇത് ചെളിയും അതുപോലെ തന്നെ മഴവെള്ളം ഡയറക്റ്റ് ചെയ്ത് വീണിട്ട് അത് നമ്മൾ എൻജിനിലോട്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. മിസ്സിങ്ങിൻ്റെ ഒരു ഇഷ്യൂ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അത് നമ്മൾ റിമൂവ് വേണ്ടിയിട്ട് ഈസിയാണ്. 4 സ്ക്രൂസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു രീതിയിൽ നമുക്ക് പൊക്കിയെടുത്തിട്ട് പുതിയ റീഫിക്സ് ചെയ്യാൻ വേണ്ടി പറ്റും. കണ്ടീഷൻ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, പുറം വശം നന്നായിട്ട് ഡസ്റ്റും അതുപോലെ തന്നെ വെള്ളമൊക്കെ കെട്ടിയിട്ട് ഫുള്ള് ഡാമേജ് ആയിട്ടുണ്ട്. എയർ ഉള്ളിലോട്ട് പോവില്ല, പൂർണ്ണമായിട്ട് ഇത് കവറായിട്ടാണ് ഉള്ളത്. അപ്പം നമ്മൾ റീപ്ലേസ് ചെയ്യാണ്. ജെന്യുവൻ പാർട്ട് തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. കണ്ടീഷൻ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, നല്ല ബ്ലാക്കിഷും അതുപോലെ തന്നെ പുതിയതും ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഇത് ഇടുന്ന സമയത്ത് അതിൻ്റെ ഒരു കവർ, എല്ലാ വണ്ടിയുടെയും ആ കവറ് ഞാൻ ഇപ്പം ഈ വീഡിയോയിൽ കാണുന്ന പോലെ അതിൻ്റെ കവർ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇതുപോലെ ഫിറ്റായിട്ട് കറക്റ്റായിട്ട് വെക്കണം. കുറച്ച് പണിയുണ്ട് ഇത് ഇടാൻ വേണ്ടിയിട്ട്. കറക്റ്റായിട്ടില്ല, പെട്ടെന്ന് ഇളകി വരും. കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നമില്ല. അപ്പോൾ ഇതുപോലെ റെഡിയാക്കിയതിന് ശേഷം കറക്റ്റ് വെക്കുക, ഗ്യാപ്പൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം 4 സ്ക്രൂസ് ഇടുക. അപ്പം എല്ലാ ഹോണ്ട ഹോണറ്റ് യൂസേഴ്സിനും ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു വീഡിയോസാണ്. അപ്പോൾ പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ്, സജഷൻസ് എല്ലാ കാര്യങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു സോ മച്ച്.